റെയിൽവേ സ്റ്റേഷൻ. നീതു നിക്ക്. ആരോട് വാശി തീർക്കാൻ നീ പോകുന്നേ? ഇറങ്ങ. വണ്ടി വിട്. ഇറങ്ങാനല്ലേ പറഞ്ഞേ? ഈ പോക്കൊണ്ട് ഇനി ആരെയും തോപ്പിക്കേണ്ട നീതുന് പറ. പറഞ്ഞിട്ട് പോയാ മതി. എല്ലാരും കൂടെ എന്നെ ഫൂളാക്കിയിട്ട് പ്രസംഗിക്കാൻ വരുവാ? എന്ത് ഫൂളാക്കി? അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ചിരിച്ചതോ? എന്തിനാ ചിരിച്ചെന്ന് ചോദിച്ചോ നീതു? ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്നവരാ ഞങ്ങള്. അവൻ എന്നെ പ്രേമിക്കണമായിരുന്നെങ്കിൽ അത് പണ്ടേ ആവായിരുന്നു. എങ്കിൽ നേരത്തെ കുട്ടിയോടവും പറയെങ്കിലും ചെയ്തേനെ. ഇത് പക്ഷെ പറയാൻ പറ്റാണ്ടായി പോയി അവന്. ദൈവത്തെ പോലെ കരുതുന്ന സാറിന്റെ പെങ്ങളുടെ മോള്. ആ കുട്ടിക്ക് ഇഷ്ടമുണ്ടെങ്കിലും അങ്ങോട്ടത് കാണിച്ച നന്ദി കേടാവൂലോ എന്ന് തോന്നിപ്പോയ പാവത്തിന്. അതുകൊണ്ട് കുറെ കാലമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഇഷ്ടം പുറത്ത് പറഞ്ഞില്ല അവൻ. കുട്ടിയോട് പറഞ്ഞില്ല. അതവൻ ചെയ്ത തെറ്റ്. ഒരു നിമിഷത്തെ വാശിക്ക് പക്ഷെ കുട്ടി അവനോട് കാണിച്ചതെന്താ? എന്നിട്ടും അവന് കുട്ടിയോട് ദേഷ്യമില്ല. ഇപ്പോഴും ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടം. എല്ലാവരും കേൾക്കേ. അപ്പൊ അവന് പറയായിരുന്നല്ലോ നീ ഇത് കള്ളം പറഞ്ഞതാണെന്ന്. പറഞ്ഞു അവൻ. എന്നാലും നീതുവിന് എങ്ങനെ അത് തോന്നിയെന്നോ കരഞ്ഞോണ്ട് അവൻ എന്നോട് ചോദിച്ചത്. ആരില്ലെങ്കിലും അവന്റെ കളി കാണാൻ ഗാലറിയുടെ മുമ്പിൽ നീതു ഉണ്ടാവണമെന്ന് അവനെ ഒത്തിരി ആശിച്ചതാ. എന്നിട്ട് പോവാ. പൊയ്ക്കോ, ഇനി വേണമെങ്കിൽ പൊയ്ക്കോ. സാർ, ഇങ്ങനെ പോയാ കളി നമ്മൾ ജയിക്കില്ല. സാറ് കണ്ടതല്ലേ, അവരെനിക്ക് പന്ത് തരുന്നില്ല. സാർ എന്നെ മാറ്റിക്കോളൂ. ഞാൻ മാറിയ അവർ നന്നായി കളിക്കും. മാറ്റേണ്ടത് ആരെയാണെന്ന് എനിക്കറിയാം. നീതു ഇറങ്ങ. വാ, നമുക്ക് ഗ്രൗണ്ടിലേക്ക് പോവാം. വേണ്ട, ഞാനിവിടെ നിന്നോളാം. മാഡം പൊയ്ക്കോ, ഞാനുണ്ട് നീതുവിന്റെ കൂടെ. Substitution, sir. Tom, Ali, Gisto, you are going to play. Koshi, Wang, Rohan, നിങ്ങൾ ഇനി കളിക്കുന്നില്ല. സർ ഞാൻ നിന്നെ ഇനി ടീമിന് ആവശ്യമില്ല. സർ ഞാൻ ക്യാപ്റ്റനാണ്. ഇനി ഇത് അണിയേണ്ടത് നീയല്ല. സാറെന്ത് തോന്നിയ ദിവസേ കാണിക്കുന്നത്? Shut up. Go and sit. Come on, all of you. Get inside. Hurry up. Hurry up. സാം, ഇത് ഈ ഗ്രൗണ്ടിലെ ലാസ്റ്റ് ഗെയിമാ. എന്റെയും നിന്റെയും. ഫൈറ്റ് ചെയ്യണം അവസാന നിമിഷം വരെ. തോൽക്കുകയാണെങ്കിൽ തന്നെ ഫൈറ്റ് ചെയ്ത് വേണം തോൽക്കാൻ.